മലപ്പുറം മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് MLA റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. മഞ്ചേരി ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ വികാരമാണ്. നിരന്തരമായ സമരങ്ങളും പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൂഡലൂർ നടക്കും രോഗികൾ വരുന്ന വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനറൽ ആശുപത്രി ഇവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഏത് മന്ത്രി വിചാരിച്ചാലും നടക്കൂല. ഇനി ഇവിടുന്ന് മാറ്റാനുള്ള എന്തെങ്കിലും തീരുമാനമോ നടപടിക്രമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം, ഗവൺമെന്റ് ഇതുവരെ കാണാത്ത ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വികാരം ഞങ്ങളവിടെ പ്രകടിപ്പിച്ചത്. ഒരു കാരണവശാലും അക്കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഈ ജനറൽ ആശുപത്രി ഇവിടെ നിലനിന്ന് കാണേണ്ടത് ഞങ്ങൾ ആവശ്യമാണ്. അങ്ങനെ എന്തെങ്കിലും നീക്കം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അതിന് പിന്തിരിയണം. എന്നിട്ട് ഇവിടെ പരമാവധി സൗകര്യം വർദ്ധിപ്പിക്കുക. ആശുപത്രി മഞ്ചേരിയിൽ തന്നെ നിലനിർത്തണമെന്ന് കാന്തപുരം വിഭാഗവും ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കേരള മുസ്ലിം ജമാഅത്ത് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പയും മുബഷിർ അക്ബറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അഷ്കറിലേക്ക് പോകാം. അഷ്കർ, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. താനൂരിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ചില മന്ത്രിമാരുടെയും ചില ജനപ്രതിനിധികളുടെയൊക്കെ താല്പര്യപ്രകാരമാണ് എന്ന മട്ടിലാണോ പ്രതികരണം വരുന്നത്? എന്തു വില കൊടുത്തും മഞ്ചേരി താലൂക്ക് ആശുപത്രി അവിടെ തന്നെ നിർത്തും എന്ന നിലപാടിനാണോ മുസ്ലിം ലീഗ്? അരുൺ, മന്ത്രി വി അബ്ദുറഹ്മാന് നേരെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. കാരണം അബ്ദുറഹ്മാന്റെ മണ്ഡലം കൂടിയായിട്ടുള്ള താനൂരിലെ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി മാറ്റുക, അതാ മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി താനൂരിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നതിന് പിന്നിൽ മന്ത്രിയാണെന്നുള്ളതാണ് പരോക്ഷമായി ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന വിമർശനം. മുസ്ലിം ലീഗ് പറയുന്നത് ഇതുവരെ സർക്കാർ അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത ഒരു സമര രംഗത്തേക്ക് മുസ്ലിം ലീഗ് വരും. മഞ്ചേരി ജനറൽ ആശുപത്രി അത് താനൂരിലേക്ക് മാറ്റാൻ നിലവിൽ സർക്കാർ നടത്തുന്ന നീക്കം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും മുസ്ലിം ലീഗ് നടത്തും. അതിന് ലീഗ് ജില്ലാ നേതൃത്വം തന്നെ മുന്നിട്ട് ഇറങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് MLA റിപ്പോർട്ടറോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ നടപടിക്രമം ആരംഭിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ് ഡയറക്ടർക്കും ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് താനൂരിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ഇതിൽ രണ്ട് വിഷയമാണ് അറിവുള്ളത്. ഒന്ന്, നിലവിൽ തന്നെ മലപ്പുറം ജില്ലയിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മുടന്തുള്ള രോഗിക്ക് സമാനമായ രീതിയിലാണ്. കാരണം നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ നിലവിലുള്ള ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് താനൂരിലേക്ക് മാറ്റുന്നത്. സ്വാഭാവികമായും അത് താനൂരിലേക്ക് മാറ്റിയാൽ താനൂരിലുള്ള താലൂക്ക് ആശുപത്രി എന്നുള്ളത് നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടാവും. അത് ജില്ലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഒന്നിലധികം ജനറൽ ആശുപത്രി അനുവദിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടതിന് പകരം നിലവിലുള്ള ആശുപത്രി മാറ്റുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് മുബഷിറിലേക്ക് കൂടി പോരാം. മുബഷിർ, കാന്തപുരം വിഭാഗവും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അത് പൂർണ്ണമായിട്ടും കാന്തപുരം വിഭാഗവും എതിർക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഇക്കാര്യത്തിൽ മലപ്പുറം ജില്ലയിലെ തന്നെ ഏക മെഡിക്കൽ കോളേജായിട്ടുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജ് നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ ആശുപത്രി പദവി താനൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് സമുദായ സംഘടനകളും പറയുന്നത്. പ്രബല മുസ്ലിം സമുദായ സംഘടന കൂടിയായിട്ടുള്ള കാന്തപുരം AP വിഭാഗത്തിൻ്റെ ബഹുജന സംഘടനയായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ ഒരു ഒരു കത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് അയച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല. ഒരു ശ്രമം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം. താനൂരിലേക്ക് അത് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ താനൂരിലെ താലൂക്ക് ആശുപത്രി എന്ന പദവി അവിടെ നഷ്ടപ്പെടുന്നു. നേരത്തെ ജില്ലയിലുണ്ടായിരുന്ന മഞ്ചേരിയിലുണ്ടായിരുന്ന ജനറൽ ആശുപത്രിയുടെ പദവിയും ആ ഒരു അവസരങ്ങളൊക്കെ തന്നെ ആ ഒരു മേഖലയിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കിഴക്കനേറ നാട്ടിൽ ആദിവാസികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയായിരുന്നു നേരത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആക്കുന്നതിന് മുൻപ് മഞ്ചേരി ജനറൽ ആശുപത്രി. ആ ഒരു സ്ഥിതി വഴിമാറും. സ്വാഭാവികമായിട്ടും ഈ ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് കാന്തപുരം AP വിഭാഗം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് നേടാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ ഫയൽ അയച്ചിട്ടേ ഉള്ളൂ. അതിനിടയിൽ തന്നെ പ്രതിഷേധം വന്നു കഴിഞ്ഞു. റിപ്പോർട്ടറാണ് ആ പ്രതിഷേധം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മഞ്ചേരിയിൽ തന്നെ താലൂക്ക് ആശുപത്രി നിലനിർത്തണം എന്നാണ് ആളുകൾ പറയുന്നത്.